ഹലോ ഗൈസ്, സുഖമല്ല? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. USMLവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് USA വിസ ഇന്റർവ്യൂവിൽ പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ച്. പോയോ? അപ്പോൾ പറഞ്ഞു വന്ന പോലെ US വിസ ഇന്റർവ്യൂവിൽ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഹിൻഡ് ഓഫ് ഓവർ സ്റ്റേ. ഒരിക്കലും നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്യും എന്ന ഒരിക്കലും ഒരു ഹിൻഡ് കൊടുക്കാൻ പാടില്ല. So maximum time allotted to you is 6 months on a single visit. ഒരു സിംഗിൾ വിസിറ്റിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി സമയം 6 മാസമാണ്. 6 മാസത്തിന് മുകളിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ആകും എന്ന് ഒരു തരത്തിലും നിങ്ങൾ ഹിൻഡ് കൊടുക്കാൻ പാടില്ല. US പോയിട്ട് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാം. ബട്ട് നെവർ ഗിവ് എ ഹിൻഡ് അബൌട്ട് ദ പോസിബിൾ എക്സ്റ്റൻഷൻ ഡ്യൂറിങ് ദ ഇന്റർവ്യൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജോലി സംബന്ധമായ ഒരു കാര്യവും പറയാൻ പാടില്ല. ഞാൻ ജോലി തേടാൻ പോകുന്നു, ജോലി അന്വേഷിക്കാൻ പോകുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു, ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഹിൻറ്റും ഇന്റർവ്യൂവിൻ്റെ സമയത്ത് കൊടുക്കാൻ പാടില്ല. അതായത് B1 B2 വിസയിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് ലീഗലായിട്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഒരു കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾ വിസ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രോസസിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഒരു ഹിൻറ്റും കൊടുക്കാൻ പാടില്ല. നെവർ. മൂന്നാമത്തെ കാര്യം, മൈ ഫാമിലി വിൽ സപ്പോർട്ട് ഫൈനാൻഷ്യലി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് US ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കൂട്ടുകാർ, ബന്ധുക്കാർ, നിങ്ങളുടെ വേണ്ടപ്പെട്ട കുറേ പേര് US എൻ്റെ കാശ് തീർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായം തരും, അവരെന്നെ ഫൈനാൻഷ്യലി സഹായിക്കും. വിസ ഇന്റർവ്യൂ ക്ലോസ്ഡ്, ഫിനിഷ്ഡ്. You will need to arrange your financials and you will not depend on others in US. US-ലുള്ള ഒരാൾ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കും. കാശില്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഞാൻ കാശ് മേടിക്കും എന്ന് ഒരു കാരണവശാൽ നിങ്ങൾ പറയാൻ പാടില്ല. Either you will have a international debit or credit card to cover your expenses, or you will arrange money from your native, from your parents, from your home country. അങ്ങനെ പറയാം. ബട്ട് US-ലുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ട്രിപ്പ്, the financials never plan and never present such financial intentions in front of the consular official during the interview. അടുത്ത് പറയുമ്പോൾ, I have a criminal record. Maybe you had some kind of criminal issues back home. നിങ്ങൾ നാട്ടിൽ കേസ് ഉണ്ടായിരിക്കാം, വല്ല ഇടിപിടി, അടിയൊടി, അങ്ങനെ പല പല കേസുകൾ ഉണ്ടായിരിക്കാം. ആ കേസൊക്കെ തീർന്നു കാണാം, തീരാതിരിക്കാം. ബട്ട് PCC is not mandatory for a US visitor visa. So കേസിനെ കുറിച്ചും ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കലും നിങ്ങൾ ഇന്റർവ്യൂ ഓഫീഷ്യലിന് മുമ്പിൽ പറയാൻ പാടില്ല. So that is again negative. Never tell anything about legal proceedings back in your native in front of a consular officer. Must ആണ്. അത് അടുത്തായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, I am traveling for medical treatment. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ആരെങ്കിലും ട്രാവൽ ചെയ്യാറുണ്ട്? ഇല്ല. I am planning to attend, go to a hospital. ഇപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ അത്ര സോൾഡ് ആയിരിക്കണം, അത്രയ്ക്കും ബാങ്ക് ബാലൻസ് ഇവിടെ കാണിക്കണം, ആ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് ഉണ്ടാവണം, അതൊരു എമർജൻസി അപ്പോയിൻമെൻറ്റും ആയിരിക്കണം. അല്ലാതെ B1 B2 വിസയിൽ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോയെന്ന് പറഞ്ഞാൽ സ്പോട്ട് റിജക്റ്റ് ആവുന്നുള്ളതാണ്. അതുകൊണ്ട് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യുന്നവർ എമർജൻസി അപ്പോയിൻമെൻറ്റ് എടുക്കുക, എന്നിട്ട് പോവുക. സോ നെവർ എവർ ടെൽ ദാറ്റ് you are going for a medical appointment or to visit a hospital. അത് സ്പോട്ടിൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യും. അടുത്തത് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്. There are times when the consular official may test your integrity in politics. So when they ask about international politics, for example, the Gaza issue between the Israel and Palestine. So don't formulate your political opinion on a biased model. നിങ്ങളുടെ പൊളിറ്റിക്കൽ ബയസ് ഏതും ആയിക്കോട്ടെ. സോ നെവർ എക്സ്പ്രസ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺസുലർ ഒഫീഷ്യൽ. എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുക എന്നുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഐ ആം നോട്ട് ഫോളോവിങ് ദ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ലേറ്റ്ലി. ചുമ്മാ പറയുക, ഞാൻ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നില്ല. ഐ ആം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറയുക. സോ പൊളിറ്റിക്കലി ഓരോ ഒപ്പീനിയനും അവരുടെ ടേബിളിൽ വെച്ച് കൊടുക്കരുത്, അത് റിജക്ഷന് കാരണമാവും. അവർ വിസ ഡിനൈലിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മൈ ലാസ്റ്റ് വിസ വാസ് ഡിനൈഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, വിസ ഡിനൈ ആയിട്ടുണ്ടോ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ.
അല്ലാത്ത പക്ഷം നിങ്ങൾ ലാസ്റ്റ് വിസയെക്കുറിച്ച് ഒരു കാരണവശാലും മിണ്ടരുത്. ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ ലാസ്റ്റ് വിസ എക്സ്പീരിയൻസ് അൺലെസ് യു ആർ ആസ്ക് ഫോർ ഇറ്റ്. സോ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ലാസ്റ്റ് വിസ എന്തുകൊണ്ട് ഡിലേ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ ഡിഡ്ന്റ് ഹാവ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, നൗ ഐ ഹാവ് ഫിക്സ്ഡ് all my documentation issues എന്ന് പറയുക. I didn't have much proof of ties to my home country last time, but I have enough proof of ties to support my claim എന്ന് പറയുക. സോ നിങ്ങളുടെ ലാസ്റ്റ് വിസ റിജക്ഷൻ റീസൺ എന്താണെന്ന് ചോദിക്കാത്തത്ര കാലം അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതിരിക്കുക. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് കള്ളത്തരം പറയാതിരിക്കുക. ഡോണ്ട് ലൈ അബൌട്ട് എനിത്തിങ്. ഈവൻ ഇഫ് യു ആർ ലൈയിങ് പ്രസന്റ് ഇറ്റ് ഇൻ എ ട്രൂത്ത്ഫുൾ മാനർ. നിങ്ങൾ കള്ളം പറയുന്ന ആലും അതൊരു സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി കോൺഫിഡൻറ്റ്, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ക്ലിയർ ആക്കുക, ആ ഗോളിൽ ഉറച്ചു നിൽക്കുക, അത് പ്രസൻറ്റ് ചെയ്യുക. സോ യു ആർ ഗോയിങ് ഫോർ ട്രാവലിംഗ്, പ്രിപ്പയർ എ സോളിഡ് ഐറ്റിനറി, ട്രാവൽ പ്ലാൻ സെറ്റ് ചെയ്യുക, ഈ പ്ലാൻ പ്രസൻറ്റ് ചെയ്യുക, അത് ഡോക്യുമെൻറ്റ് ചെയ്യുക, അത് ഓഫീസറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ വേഗ് ട്രാവൽ പ്ലാൻസ്. ഞാൻ ചിക്കാഗോ ന്യൂയോർക്കിൽ പോകുന്നു, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഞാൻ അരിസോണയിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വേഗ്. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഈവൻറ്റ്സ്, യുവർ ട്രാവൽ പ്ലാൻസ്, യുവർ പ്ലേസ് ഓഫ് സ്റ്റേ, ട്രാവൽ ഓപ്ഷൻസ് സച്ച് ആസ് ഫ്ലൈറ്റ്സ്, കാർസ്, നിങ്ങളുടെ ഐറ്റിനറിയിലെല്ലാം ഉണ്ടാവണം. നിങ്ങളുടെ ട്രാവൽ മോഡ്, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, നിങ്ങളുടെ ഏതൊക്കെ സ്ഥലത്ത് എപ്പോഴൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത്, ഡേറ്റ്സ്, അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ട് ഒരു 1 month അല്ലെങ്കിൽ 2 weeks ഒരു ഐറ്റിനറി സോളിഡായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആൻഡ് ഐ സേവ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ്. നെവർ എവർ ടെൽ ദ ഒഫീഷ്യൽ ദാറ്റ് യു ഹാവ് ബുക്ക്ഡ് യുവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് യുവർ ഹോട്ടൽ ബിഫോർ യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിസ അപ്രൂവ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാരണവശാലും ഹോട്ടൽ റൂമോ ഫ്ലൈറ്റോ ബുക്ക് ചെയ്യരുത്. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒഫീഷ്യൽ ചോദിക്കുമ്പോൾ പറയേണ്ടത് ഐ ഹാവിൻറ്റ് മെയ്ഡ് എനി റിസർവേഷൻസ് സോ ഫാർ. ഇഫ് ദ വിസ ഈസ് അപ്രൂവ്ഡ് ഐ വിൽ സ്റ്റാർട്ട് മേക്കിംഗ് മൈ റിസർവേഷൻസ് എന്ന് പറയാം. വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ റിസർവേഷൻ ചെയ്യാൻ ഞാൻ തുടങ്ങും, എൻ്റെ ഹോട്ടൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യും. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഡിസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബുക്കിംഗ് തുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോസ് ആൻ ഓവർ കോൺഫിഡൻസ് ദാറ്റ് യു ആർ 100% ഷുവർ ദാറ്റ് ദ വിസ വിൽ ബി അപ്രൂവ്ഡ്. സോ വിസ അപ്രൂവ് ആവുന്ന 100% ആത്മവിശ്വാസം നിങ്ങൾക്ക് കൊണ്ടവർക്ക് മാത്രമാണ് ഇങ്ങനെ ടിക്കറ്റും ഹോട്ടൽ റൂമൊക്കെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൂ. സോ നെവർ എവർ ബുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽസ് ബിഫോർ യു നോ ദ ഔട്ട്കം ഓഫ് യു ഇൻ്റർവ്യൂ. സോ ദിസ് ഈസ് ദ ഫൈനൽ തിങ്. So I think I covered all, I covered almost all the things, that you need to keep in your mind when you speak to the consular officer. Not to say these things, just keep in mind, never ever mention about money. The word money is big. You are not going to the US to make money. You are going to US for travel, to a business purpose. Never ever mention you are going to get paid. I will be paid. Okay, so remember the money matters. Okay, all the very best, guys. Thank you so much for all your support. If you have any questions, please do comment and I will be happy to reply. And thanks again for your support. It's invaluable. Have a great day. Take care. Bye bye.